കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്ന മൈസൂരിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. മൈസൂരിൻ്റെ രാജവീഥികളൊക്കെ കണ്ട് മൈസൂർ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. മൈസൂർ കൊട്ടാരം കണ്ടില്ലെങ്കിൽ അത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമാണ് ഈ മൈസൂർ കൊട്ടാരം. ഇതിൻ്റെ അകത്തളവും ആ ഒരു വലിയ ഹാളും ആർക്കിടെക്ചറും ഒക്കെ വല്ലാത്ത ഒരു അത്ഭുതമാണ് നമുക്ക് കാണുമ്പോൾ. 14-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് ഈ കൊട്ടാരം പണി തുടങ്ങിയത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ കൊട്ടാരം 1987 കേട്ടോ നിർമ്മാണം ആരംഭിക്കുന്നത്. 1912 ഇതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്തിരുന്നു. വർഷത്തിൽ ഏകദേശം 27 ലക്ഷത്തോളം സഞ്ചാരികളാണ് ഈ കൊട്ടാരം സന്ദർശിക്കുന്നത്. നമ്മുടെ രാജാ രവിവർമ്മയുടെ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ കൊട്ടാരം നിർമ്മിച്ച വാസ്തുവിദ്യ അറിയപ്പെടുന്നത് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ എന്നാണ്. ഹെൻറി ഇർവിൻ എന്ന ബ്രിട്ടീഷുകാരനാണ് കൊട്ടാര സമുച്ചയത്തിൻ്റെ രാജശില്പി ആയിരുന്നത്. ഈ ഒരു ഭാഗമാണ് കൊട്ടാരത്തിലെ ഏറ്റവും ആകർഷണീയമായ ഭാഗമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അനേകായിരം തൂണുകളാണ്. ആ തൂണുകളിലെല്ലാം ചിത്രപ്പണികൾ ചെയ്തു വച്ചിരിക്കുകയാണ്. അത് പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജാ രവിവർമ്മയാണ് ഈ കൊട്ടാരത്തിലെ മിക്കവാറും എല്ലാ ചിത്രപ്പണികളും നിർവഹിച്ചത്. മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. ഇവിടെ പ്രവേശന ഫീസ് 100 രൂപയാണ്. പക്ഷേ വിദേശികൾക്ക് 1000 രൂപയാണ് പ്രവേശന ഫീസ്. കൊട്ടാരത്തിനകത്തേക്ക് പാദരക്ഷകൾ അനുവദിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് പാദരക്ഷകൾ സൂക്ഷിക്കാനായിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സഞ്ചികളൊക്കെ അവിടെ നിന്ന് കിട്ടും. നമ്മളിപ്പോൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നതെങ്കിൽ എല്ലാവരുടെയും കൂടി പാദരക്ഷകൾ ആ ഒരു സഞ്ചിയിലിട്ട് അവിടെ കൊടുത്താൽ മതി. ടോക്കൺ കിട്ടും. തിരിച്ചു വരുമ്പോൾ ആ ടോക്കൺ കൊടുത്ത് നമുക്ക് തിരിച്ചെടുക്കാം.